പ്രകാശമായ മിശിഹായെ തിരിച്ചറിയാതെ പോകുന്ന അന്ധകാരത്തിൻ്റെ മക്കളെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണാനാകും. കൂടെയുള്ള പ്രകാശത്തെ കാണാതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ ഈശോയുടെ കാലത്തും ഈശോയുടെ കൂടെയും ഇന്നുമുണ്ട്. ഒരു കഥ ഓർമ്മ വരികയാണ്. സായം സന്ധ്യയിൽ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ സൂര്യഭഗവാന് ഒരു ദുഃഖം. ഇനിയുള്ള 12 മണിക്കൂർ എൻ്റെ ഭൂമിക്ക് ആര് വെളിച്ചം നൽകും? നഗരത്തിലെ കൂറ്റൻ ബൾബുകളോ വർണ്ണശബളമായ അലങ്കാര ബൾബുകളോ റാന്തൽ വിളക്കുകളോ മറുപടി നൽകിയില്ല. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു മിന്നാമിനുങ്ങു പറഞ്ഞു, സൂര്യഭഗവാനെ അങ്ങ് വിഷമിക്കേണ്ട, ഇനിയുള്ള 12 മണിക്കൂർ നിന്റെ ഭൂമിക്ക് ഞാൻ വെളിച്ചം നൽകാം. ഇത്തിരി വട്ടത്തിൽ ഒത്തിരി വെട്ടം നൽകി ആ രാത്രിയിൽ മിന്നാമിനുങ്ങ് പാറിപ്പറന്നു. സ്നേഹമുള്ളവരെ, മിശിഹായെ അനുധാവനം ചെയ്യാനുള്ള വെളി ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ആ വെളിച്ചത്തെ കാണാതെ അന്ധകാരത്തിൽ നടക്കുന്നവരാണ് ഇന്നേറെയും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് അനുസരണക്കേടിൻ്റെ അന്ധകാരത്തെ തിരഞ്ഞെടുത്ത ആദി മാതാപിതാക്കൾ മുതൽ തോളോട് തോൾ ചേർന്ന് നടന്ന് ക്രിസ്തു എന്ന വെളിച്ചത്തെ തിരിച്ചറിയാതെ ഒരു ഇരുട്ടിൻ്റെ മറവിൽ പരിശുദ്ധ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദാസും, സുഖത്തിൻ്റെ ചൂടുകൊണ്ട് 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസും, നീതിസൂര്യനായ ഈശോയെ ക്രൂശിച്ച് അന്ധകാരത്തിൻ്റെ അടിമയായ ബറാബാസിനെ ഞങ്ങൾക്കു തരിക എന്ന് ആർത്തു വിളിച്ച ജനക്കൂട്ടവും യഥാർത്ഥ വെളിച്ചത്തെ നിഷേധിച്ചവരാണ്. ഇന്നും ഈ അന്ധകാരത്തിൻ്റെ വഴി തുടരുകയാണ്. സത്യദൈവമായ ഈശോയെ മനുഷ്യരക്ഷകനാണെന്നറിഞ്ഞിട്ടും ഏറ്റുപറയാത്ത ഒരു തലമുറ ഇന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. സാക്ഷ്യം നൽകേണ്ടവർ തെരുവിൽ കൊടി പിടിച്ചിറങ്ങി എതിർ സാക്ഷ്യമാകുന്നതും, മാതാപിതാക്കളും മക്കളും തമ്മിൽ തല്ലി മരിക്കുന്നതും, പ്രണയത്തിൻ്റെ പരിശുദ്ധി മറന്ന് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നതും എല്ലാം മനുഷ്യൻ അന്ധകാരത്തിലാണെന്നതിൻ്റെ അടയാളങ്ങളാണ്. വചനം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് പാലസ്തീനായുടെ ചുറ്റളവിൽ ജീവിച്ച ക്രിസ്തു ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവിക്കുന്നെങ്കിൽ അതിനു കാരണം അവൻ വെളിച്ചമായിരുന്നു എന്നതാണ്. യുഗോസ്ലാവിയയിലെ സ്കോപ്ജെ പട്ടണത്തിൽ ജനിച്ച പെൺകുട്ടി കൽക്കട്ടയിലെ തെരുവുകളിൽ തൊഴിലാളി സ്ത്രീകൾ ധരിച്ചിരുന്ന സാരിയും ഉടുത്ത് അതിൻ്റെ തുമ്പിൽ ഒരു ക്രൂശിത രൂപവും കെട്ടി പാവങ്ങളിലേക്കും രോഗികളിലേക്കും ഇറങ്ങി. അവളുടെ പ്രവൃത്തികളൊന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നില്ല. ഒരു റീൽസും എടുക്കാതെ റിയലായി ജീവിച്ചവൾ മദർ തെരേസ. അഴുക്കുചാലിൽ കിടന്ന രോഗിയെ ചുംബിച്ചപ്പോഴും പുഴുവരിച്ചു തുടങ്ങിയ അഴുകിയ ശരീരമെടുത്ത് നെഞ്ചോട് ചേർത്തപ്പോഴും അവൾക്കൊരു പരിമളമുണ്ടായിരുന്നു, ക്രിസ്തുവിൻ്റെ പരിമളം. ക്രിസ്തുവെന്ന വെളിച്ചത്തിലൂടെ നടന്ന മദറിൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചവും സൗരഭ്യവും ഇന്നും അനുഭവഭേദ്യമാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മിലും പ്രകാശിക്കണം. ക്രിസ്തു ജീവിച്ച കാലത്ത് അവനെ ഭോജനപ്രിയനെന്നും പാപികളോട് സഹവസിക്കുന്നവൻ എന്നൊക്കെയാണ് ലോകം വിളിച്ചത്. എന്നാൽ സത്യത്തിൽ നടന്നവൻ ലോകത്തിൻ്റെ പ്രകാശമായി. സത്യം പറഞ്ഞാൽ നീയും കല്ലെറിയപ്പെടും, ഒറ്റപ്പെടും, എന്നാൽ നിത്യമായ ആനന്ദം നിനക്കു ലഭിക്കും. നിന്റെ ജീവിത വെളിച്ചവും ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ ലയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.